എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി, നമ്മൾ ചീസൊക്കെ നല്ല വില കൊടുത്തിട്ടല്ലേ പുറത്തുനിന്ന് വാങ്ങാറുള്ളത്. അപ്പോൾ നമുക്കിനി കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചീസ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിനി ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. ഒരുപാടങ്ങ് നല്ലതുപോലെ അങ്ങ് ചൂടാകുകയും ചെയ്യരുത്, എന്നാൽ ഒട്ടും ചൂടാകാതിരിക്കുകയും ചെയ്യരുത്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കൈക്ക് ചെറിയൊരു ചൂട് അനുഭവപ്പെടുമല്ലോ, ആ ഒരു രീതിക്ക് വേണം ചൂടായി കിട്ടാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്ന് തൊട്ട് നോക്കിയാൽ മതി. ഇതിപ്പോൾ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാനീരാണ്. ഓരോ ടേബിൾ സ്പൂൺ നാരങ്ങാനീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 1 ലിറ്റർ പാലെടുത്തത് കൊണ്ട് തന്നെ 4 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഒരുമിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കരുത്, ഇതുപോലെ ഓരോ സ്പൂൺ വീതം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം നാരങ്ങാനീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. നാരങ്ങാനീരെല്ലാം ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതുപോലൊന്ന് പിരിഞ്ഞ് കിട്ടും. ഇനി ഇതൊരു അരിപ്പയിലേക്കൊന്ന് മാറ്റാം. നമ്മൾ ഈ അരിച്ചെടുത്തിരിക്കുന്ന വെള്ളം നമ്മൾ കളയരുത്, നമുക്കിനി ആവശ്യമുണ്ട്. ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളവും നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. ആദ്യം ഇതുപോലെ അരിപ്പയിൽ വെച്ച് തന്നെ പ്രസ് ചെയ്ത് കുറച്ച് വെള്ളം കളയുക. എന്നിട്ട് നമുക്ക് കയ്യിലെടുത്ത് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ആ വെള്ളം ഫുള്ളും കളഞ്ഞെടുക്കണം. ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് കൈ മുക്കാവുന്ന പരുവത്തിന് ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് ഇത് ഒന്ന് ഇതിലേക്ക് മുക്കി 1-2 സെക്കൻഡ് മാത്രം മുക്കിയതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. ആ വെള്ളം കംപ്ലീറ്റും കളഞ്ഞെടുക്കണം. അതുപോലെ ഒരു 10 തവണയെങ്കിലും നമ്മളിത് ചെയ്തെടുക്കണം, എങ്കിലേ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടൂ. ഇനി വേറൊരു ബൗളിലേക്ക് കുറച്ച് ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കും 1-2 സെക്കൻഡ് ഇതുപോലൊന്ന് മുക്കി വെച്ചതിന് ശേഷം അതിലെ വെള്ളം കംപ്ലീറ്റും കളഞ്ഞെടുക്കണം. ഇതുപോലെ ഒരു 5-6 തവണ നമ്മൾ ചെയ്തെടുക്കണം. ഇതിൽ ഉപ്പ് രസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊരു ക്ലിംഗ് റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കവറൊന്ന് മാറ്റാം. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ എളുപ്പമാണ് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട്. പാലൊക്കെ ഉള്ള സമയത്ത് ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ട കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളതെന്ന്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തുകൂടി കാണിച്ചു തരാം. ഞാനിപ്പോൾ കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നമുക്കിത് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്ന്. ചെറിയ ഹോളിലിട്ട് ഗ്രേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇത്ര ചെറുതായിട്ടുള്ളത്. കുറച്ചുകൂടി വലിയ ഹോളിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാനുള്ള ചീസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്